സത്യത്തിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കവാടം അടുത്ത കാലത്തൊന്നും എനിക്ക് കടക്കണമെന്നില്ല, പക്ഷെ ഓൾറെഡി കടന്ന ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ അടിപൊളി, ആദ്യമേ അങ്ങനെ പേര് ഇട്ടതാണ്. ആ വർഷം പെരുന്നാളിനോട് അടുപ്പിച്ചിട്ട് പള്ളി ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് മോഡിഫൈ ചെയ്യും. നിന്റെ മമ്മിയും ഞാനും തമ്മിലുള്ള പരിചയം എന്താണെന്നറിയോ? അയ്യ, ഞാൻ നാട്ടിലെത്തിയ സമയം എന്തായാലും മോശമായില്ല എന്ന് പറയാണ്. കറക്റ്റ് മടമ്പം പള്ളി പെരുന്നാള് ഇല്ല ആ അല്ലേ, കറക്റ്റ് സമയത്ത് ഞാൻ നാട്ടിലെത്തി. ഞാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. രാതുമോള് പോന്ന വഴിക്ക് പാഞ്ഞു വരുന്ന അമ്മേനെ കൂട്ടിട്ടാ അവര് പൊടിക്കൽ തോന്നിട്ടുണ്ട്. അവിടെ വെച്ചോ അത് ഇതിന്റെ മേലെ കയറണ മടമ്പത്തേക്ക് പോകുമ്പോ അവര് വിളിച്ചോണ്ട് കേറ്. ഞാൻ ഇന്ന് വീട്ടില് കോഴികളുമായി സംസാരിച്ചു, താറാവുകളുമായിട്ട് സംസാരിച്ചു, പശുവിനോട് സംസാരിച്ചു, ഫുൾ വീടൊക്കെ കണ്ടു. അവിടെ ആരും ഇല്ലാത്തവരെ കൊണ്ട് ഇനി ഞാൻ വളരെ ശാന്തരായിരുന്നു. വീട്ടിലെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഹായ്, 2 വാലന്റൈൻസ് ഡേ കപ്പിള് വരുന്നു. രാധമോളുടെ വാലന്റൈൻ കൊച്ചിക്ക് പോയി, അത് ടൂറ് പോയി. എന്റെ വാലന്റൈനും തുർക്കിയിൽ ടൂറിന് പോയി. ശരിക്കും ഇത് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടോ. മക്കളും മോളെ ഭർത്താവ് മക്കളെല്ലാം നിങ്ങളെ വിളിച്ചില്ലല്ലോ. നല്ല രസമുണ്ട് നിങ്ങളെ കാണുന്നത് കേട്ടോ. അത് നല്ലുണ്ട്. ഇതിട്ടോ സ്ഥിരമായിട്ടോ എല്ലാരും കണ്ടു. വീട്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഫുള്ള് കോഴികളോട് കുറെ നേരം സംവദിച്ചു, അതിന്റെ ഉള്ളിൽ പോയിട്ട് താറാവുകളോട് സംസാരിച്ചു. അത് പുറത്ത് വരുന്നുണ്ട്. അത് അമ്മയാണെങ്കിലുണ്ടല്ലോ കോഴിക്കോട്ടിൽ കയറുന്ന സമയത്ത് വടിയൊക്കെ എടുത്തിട്ട് കയറണം. ഞാനെന്താ ഇന്നലെ ജനിച്ച കുട്ടി ഇതിനോ നോക്കുന്ന പോലെ. മടമ്പം ടൗണിൽ വന്നിട്ടുള്ളത്. ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളാണ് ഇന്ന് നടക്കാൻ പോണത്. ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ കച്ചവടക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി ടീം ഓൾറെഡി ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഗോപാലാട്ടന്റെ പെരുന്നാൾ സ്പെഷ്യൽ ഇതൊക്കെയാ. പപ്സ്, ചിക്കൻ റോളൊക്കെ ഉണ്ട്. കുടിക്കാൻ എന്താ ഉള്ള മുന്തിരി ജ്യൂസ്. നല്ല മോനെ, നീ വീഡിയോയിൽ വന്നിട്ട് ഒന്നും വേണ്ടെന്ന് പറയുന്ന ആദ്യത്തെ മോനെ ഞാൻ കാണുന്നത്. ഞാൻ കറക്റ്റ് വരുമ്പോഴേക്കും ഓരോ പരിപാടി ഇവിടെ ഉണ്ടാവും. ഞാൻ മേലെ പോയിട്ട് പള്ളി കണ്ടോട്ടെ. ഈ മടമ്പം എന്ന് പറയുന്ന പ്രദേശവും ഈ പള്ളിയും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടല്ലോ, വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മൂവി ഷൂട്ടുകൾക്കൊക്കെ, ഇപ്പൊ ദൃശ്യം പോലത്തെ മൂവിക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ സ്ഥലം. പള്ളിയിൽ നിന്ന് മടമ്പം ടൗണിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളാണ്. ഏതാണ്ട് 200 സ്റ്റെപ്പിന് മേലെ ഉണ്ട് തോന്നുന്നു. പിന്നെ അങ്ങ് താഴെ ഒരു ഗ്രോട്ടോ ഉണ്ട്, അതിൻ്റെ താഴെ പുഴയാണ്. ആ ഗ്രോട്ടോയുടെ ചുറ്റിലുമായിരിക്കും ഇന്ന് പ്രദക്ഷിണമൊക്കെ വന്നിട്ട് നിൽക്കുക. അവിടെ നിന്നായിരിക്കും പള്ളിയിൽ അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടാവുക. എല്ലാ വർഷവും പെരുന്നാളിനോട് അടുപ്പിച്ചിട്ട് പള്ളി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് മോഡിഫൈ ചെയ്യും. ഈ സൈഡിൽ ഇങ്ങോട്ട് കാണുന്നതാണ് മടമ്പം മേരിലാൻഡ് ഹൈസ്കൂൾ. എനിക്ക് തോന്നുന്നു ഈ മടമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ള ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ഗൾഫ് കൺട്രീസ്, അതർ കൺട്രീസിലൊക്കെ ഒരുപാട് പേരുണ്ട്. കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ കോട്ടയത്ത് നിന്നൊക്കെ കുടിയേറി വന്ന ഒരുപാട് പേര് ഈ മടമ്പം പ്രദേശത്തുണ്ട്. നാനായ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള കുറേ ആളുകളുണ്ട്. അവരൊക്കെയാണ് ഞങ്ങളുടെ അയൽപക്കത്തൊക്കെ കൂടുതലുള്ളത്. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് ഒരുപാട് അറിയില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. റൈറ്റ് ടൈമിലാണ് ഇവിടെ വന്നത്. ഞാൻ പള്ളിയുടെ പെരുന്നാളിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായി സിസ്റ്റർമാരുടെ കൂടെ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താ സിസ്റ്റേഴ്സിന്റെ പേര്? സുനി. പിന്നെ അയ്യോ അടിപൊളി, ആദ്യമേ അങ്ങനെ പേര് ഇട്ടതാണോ? അത് കൊള്ളാം. പേരും നമ്മുടെ ജീവിത രീതിയും ഒരുപോലെ ആവുക എന്ന് പറയുന്നത് യാദൃശ്ചികമല്ലേ. ഏതായാലും ഭഗവതി മാത്രമല്ല, എന്നെ കർത്താവും കൂടി നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഇത് കണ്ടോ, ഇന്ന് പെരുന്നാളിന് സമർപ്പിക്കാനുള്ള വഴിപാടുകൾ പോലെയുള്ള സംഗതികൾ. ഇത് സ്വർണ്ണമുടി, ഇത് പുഷ്പമുടി. കഴിഞ്ഞ ആഴ്ചയിൽ തെയ്യം ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിലൊരു പ്രൊമോ വർക്ക് വന്നിട്ട് ഭഗവതി എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് നല്ല കാശും കിട്ടി, തെയ്യവും കൂടാൻ പറ്റി. ഒറ്റൊരാഴ്ച കഴിഞ്ഞ് ഖത്തറിലെത്തിയപ്പോഴേക്ക് ഇതേ കർത്താവ് എനിക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് വേറെ കുറേ പ്രൊമോ വർക്ക് വന്നിട്ട് നാട്ടിലേക്ക് പിന്നെയും വിളിച്ചു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ആളാണ്. നിത്യജീവനിലേക്കുള്ള കവാടം. ആ കവാടം അടുത്ത കാലത്തൊന്നും എനിക്ക് കടക്കണമെന്നില്ല, പക്ഷേ ഓൾറെഡി കടന്ന ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് വരാം. പണ്ട് ഇതുപോലെ പെരുന്നാളൊക്കെ നടക്കുന്ന ദിവസത്തിൽ രാത്രിയിൽ ചങ്ങാതിമാരോട് ബെറ്റൊക്കെ വെക്കും. അതായത് ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഐസ് വാങ്ങിത്തരും, അല്ലെങ്കിൽ കാശ് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ബെറ്റ് വെക്കും. കാരണം ഇവിടെ രാത്രിക്ക് ഒറ്റയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമല്ലേ. പക്ഷേ സത്യത്തിൽ ഒരുപാട് പേര് വളരെ സമാധാനത്തോടു കൂടി ഉറങ്ങുന്ന സ്ഥലമാണ്. എല്ലാം ഓരോ ഫാമിലീസിൻ്റെ മാത്രമായിട്ടുള്ള കല്ലറകളാണ്. കുറേ ഉണ്ട്. എല്ലാ ഫാമിലീസിനും ഇതുപോലെ കല്ലറകളുണ്ട്, അവരവർക്കുള്ള സ്ഥലം.
എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ റെഗുലറായിട്ടൊന്നും ഇങ്ങോട്ടൊന്നും വരുന്നില്ല, വരേണ്ട കാര്യം ഉണ്ടാവുന്നില്ലല്ലോ. ഇത് ലൂർദ് ഫെറോന നാനായ പള്ളിയാണ് കേട്ടോ. നാനായ വിഭാഗക്കാരുടെ പള്ളിയാണിത്. പണ്ടൊക്കെ ഗംഭീര ആഘോഷമായിരിക്കും, ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. എപ്പോഴൊക്കെയോ നടന്ന ഓർമ്മയുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ആഘോഷങ്ങളും ചെലവ് ചുരുക്കി നടത്തലാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും, എല്ലാ വിഭാഗത്തിലും, എല്ലാ സ്ഥലങ്ങളിലും ചെലവ് ചുരുക്കൽ നയം നന്നായിട്ട് കാണാനുണ്ട്. മേരിലാൻഡ് ഹൈസ്കൂൾ മടമ്പം, ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. പക്ഷേ സ്കൂളിൻ്റെ മുറ്റൊക്കെ വേറെ ലുക്കായി, ഫുൾ ഇൻ്റർലോക്ക് ഇട്ട് ചെറുതായി. ഈ മരം പണ്ടേ ഉണ്ട് കേട്ടോ. ഇതൊരു ഞാവൽപ്പഴത്തിൻ്റെ മരമാണ്. ഈ ബ്ലോക്കൊന്നും ഞാൻ പഠിക്കുമ്പോൾ ഇല്ല. പണ്ട് പൊരിവെയിലത്ത് നിൽക്കേണ്ടി വന്ന മുറ്റാണ്, ഇപ്പം നല്ല മരങ്ങളായിട്ട് നിറഞ്ഞു. ഫിഗിൻ്റെ മരമാണിത്. നമ്മൾ പുറത്തുനിന്ന് വലിയ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളുടെ മരം കേട്ടോ ഇതൊക്കെ. ഞാൻ ആക്ച്വലി ഈ സ്കൂളിൽ 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയും 8ാം ക്ലാസ്സിൽ ശ്രീകണ്ഠപുരത്ത് പോയി. പിന്നെ 9ാം ക്ലാസ് മുതൽ 10 വരെ, അതായത് 10ാം ക്ലാസ്സിൻ്റെ ഓണപ്പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ട് എന്നെ പുറത്താക്കിയത്. ഈ ക്ലാസ്സിൽ നിന്നായിരുന്നു ഞാൻ കോപ്പി അടിച്ചത്. അവിടെ നിന്ന് എന്നെ പിടിച്ച് ഇവിടുന്ന് പുറത്താക്കി. എൻ്റെ അച്ഛൻ എന്നെ സ്കൂൾ മാറ്റി, നെടുങ്ങോത്തേക്ക് മാറ്റി. അങ്ങനെയായിരുന്നു എൻ്റെ മടമ്പ സ്കൂൾ കരിയർ. തോമസ് സാർ എന്ന് പറയുന്ന ഒരു സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരൊക്കെ ചേർന്നിട്ട് നട്ട മരാ പോലും. അടിപൊളിയല്ലേ അത്? പണ്ട് ഞാൻ പൊരി വെയിലത്ത് അസംബ്ലിയിൽ നിന്നിട്ട് തലവറക്കി നിന്ന ആൾക്കാരെ ഓർമ്മിക്കുക. ഉപവാസികളെല്ലാവരും അറിയട്ടെ, നിങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി രാജ്മോളും അച്ഛനും അമ്മയും കൂടിയിട്ട് പെരുന്നാൾ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കുറവ് വേണ്ട. ഭഗവതി എന്നെ ആൾവിട്ട് വിളിപ്പിച്ചു, ഇപ്പൊ കർത്താവും വിളിപ്പിച്ചു. അതായത് ഞാനൊരു മതമൈത്രിയുടെ ഒരു ആളാണ്. ഇനി വല്ല ഉറൂസിന്റെ അതിനെല്ലാം എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. ഇനി വല്ല ഉറൂസും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റായി. ഈ കസേരകളൊക്കെ ഈ പ്രദർശനം വരുന്നതോടെ ഫുള്ളാവും. പ്രദർശനമാണ് ഇന്ന് മെയിൻ. നിനക്ക് നിന്റെ മമ്മിയും ഞാനും തമ്മിലുള്ള പരിചയം എന്താണെന്നറിയോ? അറിയില്ല? നിന്റെ മമ്മിയും ഞാനും ഒരുമിച്ച് പഠിച്ചതാ മടമ്പ സ്കൂളില്. അവൻ എന്നോട് ചോദിക്കുക എന്തൊക്കെയാ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതൊക്കെയാ ചെയ്യുന്നതെന്ന്. ഞാൻ ഖത്തറില് മറ്റേ നമ്മൾ പണ്ട് പഠിച്ച സ്കൂളിന്റെ കഥകളൊക്കെ പറയുമ്പോൾ ഡോണ എന്നുള്ള പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡോണ. നേരത്തെ വന്നിട്ട് ഇവിടെ സീറ്റ് പിടിച്ച ഞങ്ങള്. നിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ സ്ഥലത്തല്ല ഞാൻ കണ്ടത്. അന്നും മിണ്ടാണ്ടൊന്നും അല്ല നീ. കണ്ട ഇന്നും അവൻ അതേപോലെ തന്നെ. ഓൻ സ്കൂളിൽ പോയാൽ കൊണ്ടുപോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോലാന്ന്. അതെ ഇവിടെ തന്നെയാണ് കണ്ടത്. അതെ ഇവിടെ തന്നെയാ കണ്ടത്. അത് കണ്ടിനാ? അവൻ കണ്ടിനാ? അത് കണ്ടിനാ? വാ വെടിക്കെട്ടൊക്കെ നടക്കുന്ന അവിടെ. ബലൂണ് വാങ്ങിയിട്ട് ഞാനെന്ത് ചെയ്യാനായത് കൊണ്ട് ചെറിയ റോളായിട്ടുണ്ട് മടമ്പത്ത്. ഹലോ, എന്തൊക്കെയാ? ഞാൻ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. സന്തോഷം, താങ്ക് യു. കാണുന്നത് ഭയങ്കര ആഗ്രഹം. സന്തോഷം. എന്റെ മോനെ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന കറക്റ്റ് എന്റെ മുമ്പിൽ തന്നെ വന്നല്ല. പോല നിക്ക് എനിക്ക് ഞാനൊരു കമ്പനിക്ക് പോകണ്ടാ. എല്ലാ ആൺകുട്ടികളുടെ ലൈഫിലും അവരെ ചതിക്കുന്ന ഒരു ബാർബർ ഉണ്ടാവും. അങ്ങനെ എന്നെ ചതിച്ച ബാർബർ ഇയാള്. എന്താ കാര്യം അറിയോ? നമ്മൾ സ്റ്റൈലാക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. അച്ഛൻ ഓൾറെഡി നിങ്ങളോടൊരു പ്രീസെറ്റ് പറഞ്ഞിട്ടുണ്ടാവും മൊട്ട അടിച്ചു വിടണമെന്ന്. അല്ല നിങ്ങൾ ചെയ്ത് കൊടുക്കാം. നടക്കാൻ പോയില്ലേ? ഞാൻ ഇന്ന് രാവിലെ വയോമിത്രം ക്ലിനിക്, അതിന്റെ താഴെ ഇരിക്കുന്ന 2 ആള്. അല്ല, വയോജന വിശ്രമ കേന്ദ്രം. കറക്റ്റ്. അപ്പൊ നീ എല്ലായിടത്തും ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? റെഗുലർ ആയിട്ട് നമ്മളെ കാണുന്ന ഒരാളെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. നീ എന്താ ഇവിടെ എന്നോട് ചോദിച്ചത്? ഇന്നലെ പോയ ആളെന്താ ഇവിടെ എന്നുള്ളത് ചോദിച്ചത്. എനിക്ക് ഈ ലോകത്തിൽ മുഴുവൻ ഫാൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഫുള്ള് പറഞ്ഞോ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. തുടങ്ങാൻ പോകുന്ന ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാ തുടങ്ങുന്നുണ്ട്. ശരിയപ്പ എല്ലായില്ലേ? അതാണ് ആദ്യം ചെയ്യേണ്ടത്. ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് പ്രൊമോഷനാണ് വേണ്ടത്.
ഞാൻ 12 കൊല്ലം ചെയ്തിട്ടായിരുന്നു, എനിക്ക് പെട്ടെന്നാവട്ടെ കേട്ടോ. നീ വ്ലോഗ് കണ്ടിട്ടാണ് നീ ലീവിന് വന്നത്? എല്ലാ പരിപാടി നാട്ടിൽ വരുമ്പോ ഈച്ചയും പൂച്ചയില്ലല്ലോ. അതിന് തെയ്യൊക്കെ ഉണ്ടാവുമ്പോ വരണം, എന്നാലേ വന്നിട്ട് കാര്യമുള്ളൂ. ഉമ്മണിമാർ ബൈ ബൈ. ഞാൻ അമിതാഭ് ബച്ചന്റെ ഹൈറ്റ് ആയിരുന്നാ, നീ ഹൈറ്റ് വെക്കാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അല്ലല്ല, അത് ആരുടെയും കുഴപ്പമില്ല, അത് സമയമാകുമ്പോൾ വെച്ചോളും. മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും പ്രാർത്ഥനയാലും പ്രായശ്ചിത്തത്താലും സ്വയം വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ആരാധനീയമാകും ദിവ്യരഹസ്യങ്ങളാകെ പരികർമ്മം ചെയ്യും പുരോഹിതന്മാരിൽ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. നിങ്ങളുടെ പ്രാർത്ഥനയാ സന്യാസാലയങ്ങളിൽ ദുഷ്ടന്മാർക്കൊരു നാളും കെണിവയ്ക്കാൻ കഴിയാതായി നിത്യവും. സത്യത്തിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ ഫോൺ കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നൈസായിട്ട് മടമ്പം പള്ളി പെരുന്നാളും കൂടി അതിനുള്ള യോഗം ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും അതെന്താ സാധനം ഇപ്പൊ പൊട്ടി? ഇപ്പൊ മിസൈലാ വിട്ടെങ്ങള്? കൊള്ളാത്. അനക്ക് വേണ്ട, ഞാനിത് എടപ്പോഴും പൊട്ടിക്കാനാണ്. നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണാം. ആ പറഞ്ഞതിന്റെ ഫ്ലോ പോയി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇവിടെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം.